ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ജീവൻ പണയം വെച്ചുള്ള യാത്രയാണ് കുമ്പളങ്ങാട് എന്ന ഗ്രാമവാസികളുടേത്. കാലുതെറ്റിയാൽ കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയിലേക്ക് വീഴും. കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി കവുങ്ങിൻ പാലത്തിലൂടെ സാഹസിക യാത്ര നടത്തുന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ വാഴാനിപ്പുഴയ്ക്ക് കുറുകെ കവുങ്ങ് പാലത്തിലൂടെയാണ് അവിടുത്തെ നാട്ടുകാരുടെ സാഹസം നിറഞ്ഞ യാത്ര. 2 തലമുറയായി ഈ പാലത്തിലൂടെയാണവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷക്കാലത്ത് പുഴയിൽ വെള്ളം സമൃദ്ധിയാണ്. ഈ സമയത്തുള്ള യാത്രയാണ് സാഹസം നിറഞ്ഞത്. 3 കവുങ്ങുകൾ കൂട്ടിക്കെട്ടിയാണ് പാലം പത്തൽ പാലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് KPN നഗറാണ് ഒരു വശത്ത്, മറുവശത്ത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് പ്രദേശം. ഈ 2 ഗ്രാമങ്ങളിലെയും ആളുകൾ ആശ്രയിക്കുന്നത് ഈ പാലമാണ്. ഈ പാലം ഒഴിവാക്കി പോകാൻ കിലോമീറ്ററോളം വളയണം. പ്രളയത്തിനിടെ പാലം പുഴയെടുത്തിരുന്നു. പിന്നീട് വീണ്ടും പാലം പുനഃസ്ഥാപിച്ചു. ഒരു കാലത്ത് പാടശേഖരങ്ങളിലേക്ക് ഞാറ്റടികളും കൊയ്തെടുത്ത നെല്ലും വൈക്കോലുമെല്ലാം ഇതിലൂടെയാണ് ഇരുകരകളിലും എത്തിച്ചിരുന്നത്. 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് പാലമാണ് നാട്ടുകാരുടെ സ്വപ്നം. വടക്കാഞ്ചേരി നഗരസഭ അടിയന്തരമായി ഈ കാര്യത്തിൽ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് KPN നഗറിലെ പത്തൽ പാലം നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ള പാലമാണ്. അതിപ്പോൾ ശോചനീയാവസ്ഥയിലാണ്. ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഒലിച്ചു പോവുക, അങ്ങനെ തൊട്ടപ്പുറത്ത് നമുക്ക് കൃഷിയും കാര്യങ്ങളും ഉണ്ട്. ഇവിടുത്തെ KPN നഗറിലെ ഒരു 10-25ഓളം കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാലാണ്. അപ്പോൾ അത് ഇപ്പോൾ ഭയങ്കര ഇതിലാണ് കിടക്കുന്നത്. ഒരു 5 കിലോമീറ്റർ ചുറ്റി കാഞ്ഞിരക്കോട് പാലം കടന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്ത് പാലം എത്രയും പെട്ടെന്ന് ചെയ്ത് വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.